മനസ്സങ്ങോട്ട് ശുദ്ധമാവുകയാണ് ഒരാവശ്യവുമില്ലാതെയായാൽ. അങ്ങനെ ശുദ്ധാത്മാക്കളും പവിത്രാത്മാക്കളും ആയവർക്ക് എന്ത് സംഭവിക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്? മുണ്ടകോപനിഷത്തിൽ ശൗനകന് പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? അങ്കിരസ് മഹർഷി. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വ കാമയതേ യാംശ കാമാൻ തം തം ലോകം ജയതേ താംശ കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. ഭഗവാനെ ഭജിച്ച് എൻ്റെ പൊന്നു ഭഗവാനെ എനിക്കൊന്നും വേണ്ട, ഈ ഭജനം മാത്രം മതി, അങ്ങയുടെ സന്തോഷവും എന്ന് പറയുന്ന കൂട്ടർ വളരെ പവിത്രാത്മാക്കളായി, ദിവ്യാത്മാക്കളായി. അങ്ങനെ പരിശുദ്ധി വന്നിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സോടു കൂടിയ മഹാത്മാക്കളെ അവർ വിശുദ്ധ സത്വന്മാർ എന്നാണ് പറയുക. അവർക്ക് മനസ്സില്ലത്രേ. മനസ്സുണ്ടെങ്കിൽ അതിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹം പോലെ മമതയുണ്ട്, മമത പോലെ അഹങ്കാരമുണ്ട്. ഇതൊന്നും ഇല്ലാതെയായി ശുദ്ധ മനസ്സായവരുണ്ടല്ലോ. വിശുദ്ധ സത്വ കാമയതേ യാംശ കാമാൻ. അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നുവോ എന്തായാലും അത് സാക്ഷാത്കരിക്കപ്പെടും. അവരവർക്ക് വേണ്ടി ഒന്നും ചോദിക്കില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുന്ന സമയത്ത് അതൊക്കെ നിറവേറുമത്രേ. തം തം ലോകം ജയതേ താംശ കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. അതുകൊണ്ട് ആത്മജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള മഹാത്മാക്കളും സത്പുരുഷന്മാരുമുണ്ടല്ലോ, അവരെ നിങ്ങൾ പോയി പാദസേവനം ചെയ്യൂ, അവരെ തൃപ്തിപ്പെടുത്തൂ. അവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും രണ്ട് കണ്ണുകൾ കൂടി അവിടെയുണ്ട്. ഒരു വിഗ്രഹത്തിനടുത്തോ ക്ഷേത്രത്തിലോ പുണ്യസ്ഥലത്തോ ചെന്നാൽ അത് നിങ്ങളെ കാണില്ലല്ലോ, നിങ്ങളല്ലേ അങ്ങോട്ട് കാണുള്ളൂ. ഇവർ നിങ്ങളെ സ്വതന്ത്രമായി കാണും. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നുവോ അത് സഫലമായി തീരും.